ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഞാനൊരു 3-4 ദിവസം മുമ്പ് നമ്മുടെ അൾട്രോസ് റേസറിൻ്റെ ലീക്ഡ് ബ്രോഷറും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ വാഹനത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഫൈനലി ടാറ്റ ഈ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പ്രൈസും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ്. ഓരോ വേരിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാം. ആദ്യം തന്നെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ കണ്ട ആ സെയിം ഡിസൈൻ തന്നെയാണ്. അവർ ആക്ച്വലി ബ്രോഷറിൽ നമ്മൾ കണ്ട സെയിം ഇമേജസ് തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ഓറഞ്ച് കളറിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാഹനത്തെ കാണാൻ പറ്റുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടില്ല. നമുക്കിപ്പോഴും ആ ഒരു സെയിം പ്രൊജക്ടർ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ LED ഫോഗ് ലാംപ്സ് അല്ല, നോർമൽ ഹാലജൻ ഫോഗ് ലാംപ്സ് ആണ്. DRLs കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് നേരത്തെ നോർമൽ അൾട്രോസിലുണ്ടായിരുന്ന അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ബമ്പറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹ്യുണ്ടായി അവരുടെ i20 N-ലൈനിലൊക്കെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്പോർട്ടി ആയിട്ട് കാണിക്കാൻ. ടാറ്റയ്ക്കും വേണമെങ്കിൽ അൾട്രോസിൽ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ സ്പോർട്ടി ആയിട്ടൊരു ലുക്ക് കിട്ടിയേനെ. പക്ഷേ എന്തായാലും അവർ കുറച്ച് സ്പോർട്ടി ആയിട്ടൊരു ലുക്ക് കിട്ടാനായിട്ട് ഹുഡിൻ്റെ അകത്ത് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനം ഡ്യുവൽ ടോൺ കളറിൽ മാത്രമായിരിക്കും കിട്ടുന്നത്. മോണോടോൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതും റൂഫ് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. 3 കളേഴ്സാണുള്ളത്. ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഈ കാണുന്ന ഓറഞ്ച് ഉണ്ട്. എല്ലാ കളേഴ്സിലും ബ്ലാക്ക് ഹുഡ് വിത്ത് ഈ പറയുന്ന വൈറ്റ് സ്ട്രിപ്സ് കോമൺ ആണ്. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അലോയ് വീൽസ് സെയിം അൾട്രോസിലുള്ള ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ബ്ലാക്ക് ആണ്. നമ്മളിപ്പോൾ അൾട്രോസിൻ്റെ ഡാർക്ക് എഡിഷനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ കാണുന്ന പോലെ ഒരു ഗ്ലോസി ബ്ലാക്ക് തീമിലാണ് അത് കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. നോർമൽ അൾട്രോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്യുവൽ ടോൺ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇവിടെയും തോന്നി അവർക്ക് വേണമെങ്കിൽ അലോയ്സിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റായിരുന്നു, കുറച്ചുകൂടെ സ്പോർട്ടി ലുക്ക് കൊടുക്കാനായിട്ട്. ബട്ട് എനിവേ അവർ ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി ടയർ സൈസ് ഒക്കെ സെയിം ആണ്. 195 ആണ് ഇതിൻ്റെ ക്രോസ് സെക്ഷനൊക്കെ വരുന്നത്. പിന്നെ ORVMs അല്ല ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ആൻഡ് നമുക്ക് ആ ഒരു വിൻഡോ ലൈൻ്റെ താഴത്തൊരു ബ്ലാക്ക് സ്ട്രിപ്പ് പോകുന്നുണ്ട്, അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ബമ്പറാണ് കിട്ടുന്നത്. പിന്നെ ലൈറ്റ്സിൻ്റെ ഡിസൈനും സെയിം തന്നെയാണ്. ഇവർക്ക് വേണമെങ്കിൽ ബാക്കിൽ ഇത്തിരി കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് LED ടൈൽ ലാംപ്സ് ഒക്കെ കൊടുക്കായിരുന്നു. പിന്നെ കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഒന്നും അൾട്രോസിലെ പണ്ട് മുതലേ ഇല്ല. അവർ ഇതിൻ്റെ അകത്തും കൊടുക്കാൻ നോക്കിയിട്ടുമില്ല. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. അൾട്രോസിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ആകപ്പാടെ നമുക്ക് റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് റേസറിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഇവിടെ എടുത്ത് പറയാൻ പറ്റുന്നത്. പിന്നെ ഒരു സ്പോയിലർ അവർ കൊടുത്തിട്ടുണ്ട്, അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇനി ഇന്റീരിയറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ഒരു ലീക്ഡ് ഇമേജസിൽ കണ്ടിട്ടുണ്ടാവായിരിക്കും. സെയിം ഇന്റീരിയർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ കളർ തീം അനുസരിച്ച് ചിലപ്പോൾ ഇന്റീരിയർ കളർ കോഡ് വ്യത്യാസം വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാൽ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അവരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയറിൽ നിങ്ങൾ ഏത് കളർ എടുത്താലും നമുക്ക് ഈ പറയുന്ന ഓറഞ്ച് കളർ തന്നെയായിരിക്കും അകത്ത് അവർ തീമായിട്ട് കൊടുക്കാൻ പോകുന്നത്. സീറ്റ്സിലും അവൈലബിൾ ആണ് ആ ഒരു ഓറഞ്ച് കളർ തീം. അതിൻ്റെ അകത്ത് അവർ ഈ പറയുന്ന വൈറ്റും അതുപോലെ ഓറഞ്ചിൻ്റെയും കോമ്പിനേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി സ്റ്റിയറിംഗ് വീലൊക്കെ സെയിം ആണ്. ടാറ്റയുടെ ഇലൂമിനേറ്റഡ് ലോഗോ ഉള്ള സ്റ്റിയറിംഗ് വീലൊന്നും അവർ ഇപ്രാവശ്യം കൊടുക്കാൻ നോക്കിയിട്ടില്ല. നേരത്തെ അൾട്രോസിലുണ്ടായിരുന്ന മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ലെതർ റാപ്ഡിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, അത് ഓറഞ്ച് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് AC വെൻസിന് സറൗണ്ട് ഓറഞ്ച് കളർ അവൈലബിൾ ആണ്. അതുപോലെ ആംബിയൻ ലൈറ്റിംഗ് ഓറഞ്ച് കളറിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വ്യത്യാസമുണ്ട്. 10.25 ഇഞ്ചസിൻ്റെ പുതിയ ഇൻഫോടൈം സിസ്റ്റം ആണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സെയിം നെക്സോണിലൊക്കെ കണ്ട ആ ഒരു സെയിം ഇൻഫോടൈം സിസ്റ്റം തന്നെയാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നെക്സോണിലും പുതിയ 5 EVയിലൊക്കെ കണ്ട 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അല്ല, 7 ഇഞ്ച് TFT ഡിസ്പ്ലേ വരുന്ന ഒരു ക്ലസ്റ്റർ അവർ നടുവിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ടാക്കോമീറ്ററും അതുപോലെ ബാക്കിയുള്ള ഗേജസും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. എല്ലാം ഡിജിറ്റലാണ്, അനലോഗ് ഒന്നുമില്ല. പക്ഷേ എന്നാലും ഡിസ്പ്ലേയുടെ സൈസ് ചെറുതാണ്. അത് വേണമെങ്കിൽ ഇവർക്ക് 10.25 കൊടുക്കായിരുന്നു. പക്ഷേ ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് നല്ലതാണ്. അത് നമുക്ക് പ്രൈസിലേക്ക് വരുമ്പോൾ നോക്കാം. കാരണം ഇവരിപ്പം കുറച്ച് ഫീച്ചേഴ്സൊക്കെ മിസ് ഔട്ട് ചെയ്ത്, അതായത് നമുക്ക് ടോപ്പ് എൻഡ് നെക്സോണിലൊക്കെ വരുന്ന അത്രയും ഫീച്ചേഴ്സൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പ്രൈസിയും ആക്കിയിട്ടില്ല എന്ന് പറയാം. ആൻഡ് ഈവൻ ഫീച്ചേഴ്സ് നമുക്ക് എത്ര കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നെക്സോണിലൊക്കെ ഉള്ള പോലെ ഈ വാഹനത്തിൻ്റെയും ഫ്രണ്ടിലത്തെ 2 സീറ്റ്സിൽ നമുക്ക് വെന്റിലേഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ് റെസ്റ്റിൽ റേസറിൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ചിൻ്റെ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ ബേസിക് തീം വരുന്ന ലെതർ സീറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് നോർമൽ അൾട്രോസിൽ ഇനി മുതൽ ഫാബ്രിക് സീറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരത്തെ വരെ അൾട്രോസിൻ്റെ എക്സ ട്രിമ്മിലൊക്കെ നമുക്ക് ഈ ലെതർ സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. ലെതർ സീറ്റ്സ് ആണെങ്കിൽ ഈ പറയുന്ന റേസർ ഓപ്ഷൻ തന്നെ എടുക്കണം. അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 360 പാർക്കിംഗ് ക്യാമറ ഒക്കെ അവൈലബിൾ ആണ്. അത് നെക്സോണിലുള്ള സെയിം യൂണിറ്റ് തന്നെയാണ്. അതായത് 2D 3D പിന്നെ ഓരോ സൈഡ് വൈസ് വ്യൂ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ക്യാമറയുടെ ക്ലാരിറ്റി അത്യാവശ്യം നല്ലതാണ്. ടാറ്റയുടെ ഇപ്പോഴത്തെ 360 ക്യാമറ പണ്ടത്തെ ക്യാമറ പോലെയല്ല, അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ക്യാമറ മീൻസ് പണ്ട് ബാക്ക് ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും ഒരു ആവറേജ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കി.
പിന്നെ നമുക്ക് നോർമൽ അൾട്രോസിൽ വരുന്ന പോലെ XZ, XC, XM അങ്ങനത്തെ വേരിയൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന് പകരം പുതിയ നെയിമിംഗ് സ്കീമാണ് വേരിയൻസിൽ വന്നിരിക്കുന്നത്. ഇത് മറ്റേ പഞ്ചിലും നെക്സോണിലൊക്കെ ഇപ്പോൾ വന്ന പോലെ എംപവേർഡ്, ഫിയർലെസ് അങ്ങനെയൊന്നുമില്ല. R1, R2, R3 എന്ന് പറയുന്ന സിമ്പിൾ നെയിമിംഗ് ഫോർമാറ്റാണ് ഇവരിപ്പം പുതിയ അൾട്രോസ് റേസറിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ i20 N9 കാണുമല്ലോ, N6, N8, N8 ഓപ്ഷനിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ അകത്ത് അവർ മറ്റേ R1, R2, R3 എന്ന് പറഞ്ഞ് കൊടുത്തു എന്നുള്ളൂ. ആൻഡ് R1 മോഡലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുതിയ 10.25 ഇഞ്ച് ഇൻഫോർടൈൻ സിസ്റ്റം ഒക്കെ നമുക്ക് ആ ഒരു വേരിയന്റ് മുതൽ തന്നെ കിട്ടുന്നുണ്ട്. R2ഉം R3യും ചെറിയ ചെറിയ ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ R2 മുതലാണ് നമുക്ക് 360° ക്യാമറ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോഡ് ക്ലസ്റ്റർ കൺട്രോൾസും, പിന്നെ പുതിയ മറ്റേ 7 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ സൺറൂഫും ഒക്കെ കിട്ടുന്നത്. R3യിലേക്ക് വരുമ്പോഴേക്കും മൈനർ ആയിട്ടുള്ള അപ്ഗ്രേഡ്സേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് OTA അപ്ഡേറ്റ്സ്, അതായത് IRA കണക്റ്റഡ് കാർടെക്, അതുപോലെ മറ്റേ അപ്ഡേറ്റ്സ്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതുപോലത്തെ ബേസിക് ഫീച്ചേഴ്സും പിന്നെ എയർ പ്യൂരിഫയറും ഒക്കെയാണ് R3യിൽ കിട്ടുന്നത്. റേസറിൽ മാത്രമല്ല നോർമൽ അൾട്രോസിലും ടാറ്റ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് വേരിയൻസിൻ്റെ അപ്ഗ്രേഡ് ആണ് വരുന്നത്. നമുക്ക് പുതിയ XZ Lux എന്ന് പറഞ്ഞ വേരിയൻറ്റും XZ Plus Lux എന്ന് പറഞ്ഞ വേരിയൻറ്റും XZ Plus OS എന്ന് പറഞ്ഞ വേരിയൻസും ആണ് ഇതിൻ്റെ അകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് XZ Lux എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ പുതിയ 10.25 ഇഞ്ച് ഇൻഫോർടൈൻ സിസ്റ്റം, 360° ക്യാമറ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ XZ Plus S Lux ആണെങ്കിൽ അതിൻ്റെ അകത്ത് 6 എയർ ബാഗ്സും, പിന്നെ മറ്റേ നമുക്ക് ഇലക്ട്രിക് അസിസ്റ്റഡ് സൺറൂഫ്, അതായത് വോയിസ് കമാൻഡ്സ് വെച്ച് സപ്പോർട്ട് ചെയ്യും, പിന്നെ മറ്റേ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് അങ്ങനത്തെ ഫീച്ചേഴ്സും കിട്ടും. XZ Plus OSൽ അധികം ഫീച്ചർ അപ്ഗ്രേഡ്സ് ഇല്ല. എയർ പ്യൂരിഫയറും IRA കണക്റ്റഡ് കാർടെക്കും മാത്രമാണ് വരുന്നത്. ഇനി എനിക്ക് വാഹനത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, അതായത് ഇതിൻ്റെ പ്രൈസ്, അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് R1 എന്ന് പറഞ്ഞ ബേസ് മോഡൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ളൊരു വേരിയൻ്റ് ആണ്. അതിൻ്റെ പ്രൈസ് 9.49 lakhs നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് R2 അവൈലബിൾ ആണ്, 10.49 lakhs ആണ് അതിൻ്റെ പ്രൈസ്. R3യും R2 വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ല, 50,000 രൂപയുള്ളൂ. 10.99 lakhs നമ്മുടെ അൾട്രോസിൻ്റെ റേസർ മോഡലിൻ്റെ പ്രൈസ് അവസാനിക്കും. ഇനി ഇതിനെ ഡയറക്റ്റ് i20 N9 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ i20 N9 പ്രൈസ് ബേസ് മോഡലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 9.99 lakhs ആണ്, അതായത് 50,000 കൂടുതലാണ്. പിന്നെ അത് ഡുവൽ ടോൺ അല്ല, നിങ്ങൾക്ക് ഡുവൽ ടോൺ വേണമെങ്കിൽ പിന്നെ 20,000 രൂപ കൂടുതൽ കൊടുക്കണം. അതായത് അൾട്രോസിന് നമുക്ക് എല്ലാ വേരിയൻസിലും ഡുവൽ ടോൺ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത്. സോ കറക്റ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 70,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് അൾട്രോസിൻ്റെ ബേസ് മോഡൽ റേസറും അതുപോലെ i20 N9 തമ്മിൽ വരുന്നുണ്ട്. ടോപ്പ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ R3 10.99 lakhs, i20 N9 വരുന്നത് നമുക്ക് ഏകദേശം 11.2 lakhs-നടുത്താണ്. അതിൻ്റെ തന്നെ ഡുവൽ ടോൺ എടുക്കുകയാണെങ്കിൽ 11.47 lakhs-നടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ട്. അതായത് അവിടെയും നമുക്ക് ഏകദേശം ഒരു 45,000 to 50,000 ഇടയിൽ ഡിഫറൻസ് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ അൾട്രോസ് റേസറിൽ i20 N9-നേക്കാൾ ഇത്തിരി കൂടെ ഫീച്ചേഴ്സും കൂടുതലാണ്, മാത്രമല്ല പ്രൈസ് വൈസ് അതിനെ അണ്ടർകട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ അൾട്രോസിൻ്റെ പുതിയ വേരിയൻസിൻ്റെ ഒക്കെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. XZ Lux എന്ന് പറയുന്നത് 8.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു. XZ Plus S Lux 9.64 lakhs ആണ് വരുന്നത്. XZ Plus OS 9.98 lakhs-ലാണ് പ്രൈസ് അവസാനിക്കുന്നത്. സോ അതിൻ്റെയും പ്രൈസ് അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റേസർ എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് ജസ്റ്റ് കോസ്മെറ്റിക് അപ്ഗ്രേഡ്സ് മാത്രമല്ല, കുറച്ചും കൂടെ പവർ അപ്ഗ്രേഡ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടാറ്റ ഇപ്പോൾ അൾട്രോസിൻ്റെ i-Turbo മോഡൽ നിർത്തി. അതിൻ്റെ അകത്ത് 110 PS 140 Nm ടോർക്കും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ റേസറിലേക്ക് വരുമ്പോൾ നമുക്ക് നെക്സോണിൻ്റെ സെയിം ഔട്ട്പുട്ടാണ് വരുന്നത്. 120 PS പവറും അതുപോലെ 170 Nm ടോർക്കും. അത് നെക്സോണിൽ ഒരു ആവറേജ് പവർ ട്രെയിൻ ആയിരുന്നു. അൾട്രോസിലേക്ക് വരുമ്പോഴേക്കും ഇത്തിരി കൂടെ ബോഡി വെയിറ്റ് ഒക്കെ കുറവായതുകൊണ്ട് നമുക്ക് ഇത്തിരിയും കൂടെ ബെറ്റർ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനകത്ത് ആകപ്പാട് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. DCO അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോ ഒന്നും തന്നെ ടാറ്റ കൊടുത്തിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ i20 N9 കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് DC to ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. അത് വെച്ച് നമുക്ക് പിന്നെ ഇതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അൾട്രോസിൽ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അൾട്രോസ് റേസറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടോ, അതുപോലെ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ ഈ വാഹനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിലും കമൻസിൽ പറഞ്ഞോളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.